ഒരു വൈകുന്നേരം ഫാമിലിയൊക്കെ ആയിട്ട് പുറത്തേക്ക് പോകാമെന്ന് കരുതി അതിന് വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. അപ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ചെയ്യാമെന്ന് കരുതി. ഈ ബ്ലൂ ഡ്രസ്സ് ഞാൻ ഒരു 650 റുപ്പീസിന് മേടിച്ചതാണ്. പക്ഷേ ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അതിനുവേണ്ടി ഒരു ചാൻസ് കിട്ടിയില്ല. പുറത്തേക്കൊന്നും അങ്ങനെ പോകാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഫാമിലി ഡേറ്റ് പോലെ ഞങ്ങൾ ഫാമിലിയായിട്ട് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ ഒരു ഡ്രസ്സ് ഇട്ടു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ഇടുന്നത്. 650 റുപ്പീസിനാണ് ഞാൻ ഈ ഡ്രസ്സ് മേടിച്ചത്. ഫേസൊക്കെ ഒന്ന് ഫസ്റ്റ് ആദ്യം മോയ്സ്ചറൈസ് ചെയ്തു, സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്തു, പിന്നെ കൺസീലർ ഇട്ടു. ഇത് മെബ്ലിൻ്റെ കൺസീലറാണ്. പിന്നെ പാക്കിൻ്റെ ബ്രഷാണത്, ഫൗണ്ടേഷൻ ബ്രഷാണ്. പിന്നെ കോമ്പാക്റ്റ് ഇട്ടതിന് ശേഷം ഐ ഷാഡോ, ഐബ്രോസിൽ വൈറ്റ് കളറാണ്. ഐബ്രോസിൻ്റെ അടുത്ത് കൂടിടുമ്പോൾ നമുക്ക് ഐബ്രോസ് ഒന്ന് എൻഹാൻസ് ചെയ്ത് കാണിക്കും. പിന്നെ കണ്ണ് എഴുതി ഐബ്രോസൊക്കെ ചെയ്തതിന് ശേഷം ഹെയർ നല്ല പോലെ കോംപ് ചെയ്തു. പിന്നെ ബ്ലഷ് ഞാനിത് ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഏകദേശം തീരാറായി. അതിൽ ആ ഒരു പിങ്ക് ഷെയ്ഡ് മാത്രമേ അധികം ഉപയോഗിക്കാറുള്ളൂ. മാറ്റ് ലിപ്സ്റ്റിക്ക്, ഒരു പിങ്ക് ഷെയ്ഡ് എനിക്കിഷ്ടമാണ് ഈ കളറ്. ഇത് കുറച്ചുകൂടി ഡാർക്കാണ്, വീഡിയോയിൽ ഭയങ്കര ലൈറ്റായിട്ട് കാണിക്കുന്നത്, പക്ഷെ നല്ല ഡാർക്കാണ് ഒരു പിങ്ക് ഷെയ്ഡ്. കമ്മൽ ഏതാണ് ഇടേണ്ടതെന്ന് കുറേ കൺഫ്യൂഷന് ശേഷം ലാസ്റ്റ് ഈ കളർ സെലക്ട് ചെയ്തു. ഇതിന് മാച്ച് ആയിട്ടുണ്ടോ എന്ന് പറയണേ. പിന്നത്തെ കൺഫ്യൂഷൻ എനിക്ക് പൊട്ടിൻ്റെ കാര്യത്തിലായിരുന്നു. ഞാൻ ആദ്യം ഈ ഒരു ബ്ലൂ വെച്ചു, പിന്നെ ഡാർക്ക് ബ്ലൂ വെച്ചു, അതിന് ശേഷം റെഡ് വെച്ചു. പക്ഷേ ലാസ്റ്റ് ഞാൻ റെഡാട്ടോ സെലക്ട് ചെയ്തത്. ഏത് പൊട്ടിൻ്റെ കളറാണ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റിൽ പറയണേ. പിന്നെ ഹെയറൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം അത്രയേ ഉള്ളൂ, നമ്മുടെ ഓൾമോസ്റ്റ് മേക്കപ്പൊക്കെ കഴിഞ്ഞു. പിന്നെ സിന്ദൂരം, ഞാനിത് ലിപ് ഗ്ലോസ് വെച്ച് ഞാൻ ഈ കുങ്കുമം വയ്ക്കുമ്പോൾ അത് അവിടെ സെറ്റായി കുറേ നേരം ഇരുന്നോളും, പാറിപ്പോവത്തില്ല. അപ്പോൾ ഞാൻ ലിപ് ഗ്ലോസ് ഇടാൻ എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ ഇതിങ്ങനെ ഉപയോഗിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോയിൽ കാണാൻ. ടാറ്റാ ബൈ.